ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായൊരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നു. ദൈവകൃപ നമ്മളെ താങ്ങട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹം നമ്മളെ നിറയ്ക്കട്ടെ, നമ്മളെ വഴി നടത്തട്ടെ. തിരുനാമ മഹത്വം നമ്മളിൽ കൂടെ നിവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മുടെ മേൽ, നമ്മുടെ ഉള്ളിൽ എല്ലാം പരിവർത്തിക്കട്ടെ. ആ ധന്യമായ അനുഗ്രഹത്തിലേക്ക്, അനുഭവത്തിലേക്ക് നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വാർദ്ധക്യകാലത്തെ ഏറ്റവും മനോഹരമായ ആശ്വാസമെന്ന് പറയുന്നത് ബാല്യകാലമാണ്. നന്നായി ചിലവഴിച്ച ബാല്യകാലമാണെന്ന് പറയും. വാർദ്ധക്യകാലത്തെ ഏറ്റവും വലിയ ആശ്വാസം അതാണ്. നന്നായി ചിലവഴിച്ച ബാല്യകാലം, യൗവനം എല്ലാം. അതൊന്നും നഷ്ടത്തിൻ്റെ കണക്കായിട്ട് മാറാതെ പാഴാക്കി കളഞ്ഞല്ലോ, തൂകിക്കളഞ്ഞല്ലോ, വ്യർത്ഥമാക്കി കളഞ്ഞല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാതിരിക്കത്തക്കവണ്ണം, ആ ഒരു ദുഃഖത്തിലകപ്പെടാതിരിക്കത്തക്കവണ്ണം നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ദൈവത്തിന് അനുഗ്രഹമായി എല്ലാ കാലവും, ബാല്യവും ശൈശവവും യൗവനവും കൗമാരവും യൗവനവും യുവത്വവും എല്ലാം വാർദ്ധക്യം, മധ്യവയസ്ക് എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ദൈവത്തോട് കൂടെയായിരിക്കുമ്പോൾ ശോഭനമായ ഒരു വാർദ്ധക്യം. ഈ ഓരോ ഇതിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഈ ടൂർ പോകുന്നവരൊക്കെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഗൈഡ് കൊണ്ട് ഓരോന്ന് കാണിക്കുകയാണ്. അതുപോലെ ഹെലികോപ്റ്ററിലൊക്കെ നടത്തുന്ന ടൂറിസം ഇതുണ്ട്. അവർ കൊണ്ടെല്ലാം കാണിക്കുകയാണ്, താഴത്തുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ പല ട്രക്കിംഗ് ഉണ്ട്, പല രീതിയിലുള്ളതുണ്ട്. മുകളിൽ കൂടെ പോകുന്ന മോബ് കാർ എന്ന് പറയുന്ന ഇതുണ്ട്. അതിൽ കൂടെയൊക്കെ കാണിക്കുകയാണെല്ലാം, ഇതാണ് ഓരോന്ന് എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിത സായാഹ്നത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ വന്ന വഴികളിലേക്ക് ഇങ്ങനെ നമ്മൾ കാണിക്കുകയാണ്. ദൈവം കൂടെ ഇരുന്നു നമ്മുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളും എല്ലാം അത് മധുരതരമാണ്. എന്നാൽ വിത്തൗട്ട് ഗോഡ്, ദൈവത്തോട് കൂടെ അല്ലെങ്കിലോ ഒന്നും കാണുകയില്ല, ശൂന്യമായിരിക്കും എല്ലാം. എംപ്റ്റിനെസ്, അതാണ് ഇന്നത്തെ സമൂഹത്തിൽ കാർന്നു നിന്നു വരുന്നത്. എംപ്റ്റിനെസ്. എന്തിനോ വേണ്ടിയൊക്കെ ജീവിച്ചു, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവർ, തങ്ങൾക്ക് വേണ്ടി തന്നെ തങ്ങളുടെ ആഡംബരത്തിന് വേണ്ടി ജീവിക്കുന്നവർ, ലൗകിക സുഖങ്ങളിൽ മുഴുവൻ ജീവിക്കുന്നവർ, അങ്ങനെയെല്ലാം ജീവിച്ച് തീർന്നു പോയ കാലങ്ങൾ ഓർക്കുമ്പോൾ ഒന്നുമില്ല. പെറുക്കിയെടുക്കുവാൻ പോലും ഒന്നുമില്ലാത്ത വണ്ണം ജീവിതം ശൂന്യമായിത്തീരുന്നു. എല്ലാം ലാപ്സ്, എല്ലാം ലാപ്സായി പോയത്, നഷ്ടത്തിൻ്റെ കണക്ക് മാത്രം. എന്നാൽ ദൈവത്തോടു കൂടിയാകുമ്പോൾ ഇങ്ങനെ ദൈവം ഓരോന്ന് കാണിച്ചു തരും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഇരുളടഞ്ഞ വഴികളിൽ വെളിച്ചത്തിലേക്ക് നയിച്ചത് ഓരോന്നും ദൈവം നമുക്ക് കാണിച്ചു തരും. മനോഹരമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവാശ്രയം, ദൈവഭക്തി നമുക്ക് എത്രയും കൂടുതൽ എപ്പോഴാണോ നമുക്ക് സാധിക്കുന്നത് നന്നായിരിക്കാൻ സാധിക്കണം. റോമർക്ക് ലേഖനത്തിലൊരു വാക്യമുണ്ട്, 16-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട്, കുടുംബങ്ങളെയും വ്യക്തികളെയൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്ക് വന്ദനം ചൊല്ലുവീനെന്ന് പറയുന്ന ഒരിതാണ്, ഗ്രീറ്റ് ചെയ്യുന്നതാണ് റോമർക്ക് ലേഖനം 16-ാം അധ്യായം. അവിടെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, കർത്താവിൽ എനിക്ക് പ്രിയനായ അപ്ലിയാത്തോസിനെ വന്ദനം ചൊല്ലുവാൻ, ക്രിസ്തുവിൽ ഞങ്ങളുടെ കൂട്ടുകാലക്കാരനായ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരുമായ അന്ത്രോണിക്കോസിനും, സഹബദ്ധന്മാർ അതായത് തടവിൽ ഒന്നിച്ചുണ്ടായിരുന്നവരാണ്, സഹബദ്ധന്മാരുമായ അന്ത്രോണിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവിൻ. അന്ത്രോണിക്കോസും യൂനിയാവും അവർ അപ്പോസ്തലന്മാരുടെ പേർ കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമാകുന്നു. ഈ മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയുക എന്നുള്ളത് ഭാഗ്യമാണ്. ബാല്യത്തിൽ തന്നെ ദൈവാശ്രയത്തോടെ യൗവനമെല്ലാം ദൈവത്തോടു കൂടെ ചെലവഴിക്കാൻ കഴിയുന്ന ഭാഗ്യമാണത്. മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവർ, അത് അധികം ശ്രേഷ്ഠമായിരിക്കും. അത് മധുരതരമായി. എന്നാൽ നഷ്ടപ്പെട്ടവർക്ക് എന്താണ്? ആ നഷ്ടങ്ങളെ ദൈവമേ നികത്തി തരണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ദൈവത്തെങ്കിലേക്ക് അടുത്തു വന്നാൽ ദൈവം അവരെ നിറയ്ക്കും. പക്ഷേ മനോഹര മധുര സ്മരണകൾ കാണുകയില്ല. അങ്ങനെ അറിയായ്മയുടെ ജീവിതങ്ങളെ അതും ദൈവം ക്ഷമിച്ചു തരും. പക്ഷേ നമ്മൾ ദൈവത്തോടു കൂടിയായിരിക്കുന്ന ഏറ്റവും മനോഹരം കൊണ്ട് നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കാൻ ഇവിടെയാക്കി തീർക്കട്ടെ. 71-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ പാർട്ട് 3 ഭാഗങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചു. 1 മുതൽ 8 വരെ ആദ്യ ഭാഗം ചിന്തിച്ചു. 9 മുതൽ 16 വരെ ഒരു ഭാഗം ചിന്തിച്ചു. 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്.
അവിടെ പറയുകയാണ്, ദൈവമേ, എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്നു വരെ ഞാൻ നിൻ്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചുമിരിക്കുന്നു. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിൻ്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഇവിടെ പറയാം, ദൈവമേ, എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. എത്ര മനോഹരമാണ്. ദൈവം എപ്പോഴും കൂടെ ഇരിക്കും. ദൈവം ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പലരും അവഗണിക്കുമല്ലേ, ഒരു മുതിർന്നവരുടെ സംഘത്തിൽ അവരെ അവഗണിക്കുകയാണ്, അവർ ചേർക്കത്തില്ല. അല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലൊക്കെ നോക്കിയാലൊക്കെ സാധിക്കും, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ അവർ അവഗണിക്കും. എന്നാൽ ഇന്ന് വഴിതെറ്റിക്കാൻ പലതിലും ഉണ്ട്. എന്നാൽ കാര്യമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവർ അവഗണനയാണ്. പക്ഷെ ഇവിടെ ബാല്യം മുതൽ നമ്മളെ അനുഗ്രഹിക്കുന്ന, അമ്മയുടെ മുല കുതിക്കുമ്പോൾ തന്നെ നമ്മളെ നിർഭയം വസിക്കുമാറാക്കിയ ഒരു ദൈവമാണ്, നമ്മളെ കാണുന്ന ഒരു ദൈവം. പക്ഷെ ആ ദൈവത്തെ കാണുകയാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ. നമ്മോടുകൂടെ ദൈവമുണ്ട്, പക്ഷെ നമ്മോടുകൂടെയുള്ള ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നതാണ് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വാസന വർദ്ധിപ്പിക്കുന്നത്. ഇവിടെ പറയും, ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു, ഇന്നുവരെ ഞാൻ എൻ്റെ അൽപ്രവൃത്തികൾ അറിയിച്ചുമിരിക്കുന്നു എന്ന് പറയുന്നത്. അവിടെ ഈ നമ്മൾ ചരിത്രത്തിൽ, സഭാചരിത്രത്തിലൊരു വ്യക്തിയുണ്ട്, രക്തസാക്ഷികളുടെ ഇതിൽ പോളികാർപ്പോസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പുണ്ട്. അദ്ദേഹത്തെ 86-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വേണ്ടി, രക്തസാക്ഷിത്വത്തിന് വേണ്ടി വിളിച്ചുകൊണ്ട് പോവുക. അവിടെ ചെന്ന് ചക്രവർത്തിയുടെ മുമ്പിൽ നിർത്തുമ്പോൾ എന്തു പറയുന്നു, നിനക്ക് ത്യജിച്ചിട്ട് നിനക്ക് നന്നായിട്ട് ജീവിക്കാൻ പോരെ എന്ന് ചോദിക്കുകയാണ്. ചക്രവർത്തിയുടെ നാമത്തിൽ സത്യം ചെയ്യാൻ, ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് ചക്രവർത്തിയുടെ നാമത്തിൽ സത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഉടനെ ഈ പോളികാർപ്പ് പറയുന്ന ഒരു വാക്യമുണ്ട്, അത് ടച്ചിങ് ആണത്. എന്ന് പറഞ്ഞാൽ പോളികാർപ്പ് പറഞ്ഞു, 86 വർഷമായി ഞാൻ ക്രിസ്തുവിനെ സ്നേഹിച്ചു, അവനൊരിക്കലും എന്നെ ദ്രോഹിച്ചിട്ടില്ല, ഞാനിപ്പോൾ അവനെ എങ്ങനെ ഉപേക്ഷിക്കും? അത് വളരെ മനോഹരമാണ്. 86 വർഷം എന്നെ കരുതി എൻ്റെ ദൈവം, ഇതുവരെ അവൻ എന്നെ സ്നേഹിച്ചു, എനിക്ക് അവൻ ദോഷമൊന്നും വരുത്തിയില്ല, എല്ലാം നന്മയ്ക്കാക്കി മാറ്റി, ഞാൻ അവനെ എങ്ങനെ ഉപേക്ഷിക്കും? ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ അദ്ദേഹം ആ രക്തസാക്ഷിത്വത്തിന് വേണ്ടി തന്നെ വിട്ടുകൊടുക്കുകയാണ്. മനോഹരമാണ് ക്രിസ്തീയ ജീവിതം. അദ്ദേഹത്തിൽ മാത്രമല്ല, അത് പരത്തിലേക്ക് നമുക്ക് ഉള്ളിൽ നൽകുന്നതാണ്, പ്രത്യാശ നൽകുന്നതാണ്. നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. എന്നാൽ അങ്ങനെയല്ലെങ്കിലോ അത് തീർത്തും നിരാശാജനകമായിരിക്കും. ആ ജീവിതത്തിൽ ദൈവമില്ലാത്ത ജീവിതങ്ങൾ നിരാശകളാണ്. അതിങ്ങനെ പറയും, ദുഷ്ടൻ ചാണകക്കൂനയിലെ കള പോലെയാണെന്നും, എന്നാൽ ഭക്തനോ ദൈവത്തിന് ഉദ്യാനത്തിലെ ചെടികൾ പോലെയാണെന്നും. ഒരു ഈ ചാണകക്കുഴിയിൽ വളരുന്ന കള പോലെ, ഭക്തനോ ദൈവത്തിൻ്റെ ഉദ്യാനത്തിൽ ചെടികൾ പോലെയാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ജീവിതം ധന്യമാക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കണം. തുടർന്ന് അവിടെ കാണുകയാണ്, ദൈവമേ, 18-ാമത്തെ ദൈവമേ, അടുത്ത തലമുറയോട് വരുവാനുള്ള എല്ലാവരോടും നിൻ്റെ വീര്യപ്രവൃത്തിയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും ഉപേക്ഷിക്കരുത്. എന്തിനു വേണ്ടി ഒരു നല്ല ഒരു ചോദിക്കുന്നതെന്നറിയാം, വരുവാനുള്ള തലമുറ, ജനിപ്പാനിരിക്കുന്ന തലമുറയോട് ദൈവത്തിൻ്റെ ഭുജത്തെയും അവരോടൊക്കെ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ അറിയിക്കണം. അതിനുവേണ്ടി ദാവീദ് ഇവിടെ ദൈവത്തോട് വാർദ്ധക്യം നരയുള്ള കാലത്ത് ഉപേക്ഷിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അനേകരുടെ ജീവിതങ്ങൾ പറുവുറുപ്പിൻ്റെയും നിരാശയുടെ ഒക്കെ ആയിട്ട് മാറിപ്പോവുക. കാരണം അവർ ദൈവത്തിൽ ആശ്രയിച്ചില്ല, നല്ല ജീവിതങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി. എന്നാൽ ഇവിടെ പറയുക, വരുവാനുള്ള തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിൻ്റെ വീര്യപ്രവൃത്തി അറിയിക്കുമ്പോഴും വാർദ്ധക്യവും നരയുള്ള കാലത്ത്. അപ്പോൾ വീര്യപ്രവൃത്തികളുണ്ട്, അറിയിക്കാൻ കാര്യങ്ങളുണ്ട്, ദൈവിക സാക്ഷ്യങ്ങളും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കാം. അതുകൊണ്ട് തുടർന്ന് അവിടെ പറയുക, ദൈവമേ, നിൻ്റെ നീതിയും. ഇങ്ങനെയുള്ളവർ ഈ നഷ്ടപ്പെടുത്തിയ നാളുകൾ ഓർത്ത് ദൈവത്തിലേക്ക് വന്നവരുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം പിൻതലമുറയോട്, അയ്യോ, ദൈവത്തെ കൂടാതെ നിങ്ങൾ ജീവിക്കല്ലേ, അത് ഭയങ്കര നിരാശാജനകമാണ്, അതിലൊന്നും നമുക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്ന അനുഭവം. ഇവിടെ പറയും, ദൈവമേ, നിൻ്റെ നീതി മധ്യമായിരിക്കുന്നു, മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചുള്ള ദൈവമേ, നിന്നോട് തുല്യനായുള്ളൂ. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, ഇനി ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും, ഭൂമിയുടെ ആഴങ്ങളിൽ ഞങ്ങളെ തിരികെ കയറ്റും. നീ എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. എൻ്റെ ദൈവമേ, ഞാനും വീണുകൊണ്ട് നിന്നെയും നിൻ്റെ വിശ്വസ്തതയും സ്തുതിക്കും. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായുള്ളവേ, ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. എൻ്റെ നാവും ഇടപെടാതെ നിൻ്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു.
ഇവിടെ പറയുകയാണ്, മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചുള്ള ദൈവമേ, നിന്നോട് തുല്യന് അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങൾ കാണുമാറാക്കിയ ദൈവം. ഈ ചെസ് ബോർഡിലെ ചതുരംഗക്കട്ട ഇതിലെ കളങ്ങൾ പോലെയാണെന്ന് പറയാം ജീവിതം. കളങ്ങൾ മാറി മാറി അത് വന്നാലും ആത്യന്തികമായ ജയത്തിലേക്ക് നടത്തുന്ന ഒരു ദൈവം. സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്ന് പറയും. ഇത് അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാടുമാറിക്കാൻ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. എന്നാൽ അവിടെയെല്ലാം ഒരു ജീവൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ നടത്തുകയാണ്. മറ്റത് പ്രത്യാശയില്ലാത്ത ഒരു ജീവിതമാണ്. ഓമർ ഖയ്യാമിൻ്റെ ഒരു കവിതയുണ്ട്, അതിനകത്ത് പറയുന്നതാണ്, ഒരു കുശവൻ കളിമണ്ണ് ചവിട്ടുകയാണ് പാത്രങ്ങൾ ഉണ്ടാക്കാൻ. അപ്പോൾ ഈ കളിമണ്ണ് പറയാ കുശവനോട്, പതിയെ മെതി എൻ്റെ കുശവ, ഞാനും ഇന്നലെ നിന്നെപ്പോലെ ഒരുവനായിരുന്നു, ഇന്ന് മണ്ണായി തീർന്നു എന്ന്. ആ മണ്ണ് പറയുക, ആ മനുഷ്യനോട് സംസാരിക്കുക. അപ്പോൾ അത് മണ്ണിനോട് മണ്ണ് ചേരുന്നതല്ല, അതൊരു പ്രത്യാശ ഏകുന്നതല്ലായിരിക്കും, എന്നാൽ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ വക നൽകുന്നതാണ്. എന്നാൽ മണ്ണോട് മണ്ണ് ചേരുന്നതല്ല, ദൈവം നമ്മളെ നിർമ്മിച്ച നമ്മുടെ ആത്മാവ് ദൈവത്തോട് ചേരുന്നതാണ് ക്രിസ്തീയ ജീവിത പ്രത്യാശ എന്ന് പറയുന്നത്. അതെത്ര മനോഹരമാണ്. അപ്പോൾ വിട്ടുപോകുന്നതിനേക്കാൾ അധികം നല്ലത്, അധികം ശ്രേഷ്ഠമായതിനെ അവർ കാത്തിരുന്നു. അബ്രഹാമിന് ഇസാക്കിനും കൂടെ അവർ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു എന്ന് പറയുന്നത്, കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. അപ്പം അതാണ് ഹോപ്പ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവ ആശ്രയത്തോടെ നമ്മൾ ജീവിക്കാൻ സാധിക്കണേ. ഇവിടെ പറയുകയാണ് അനവധി കഷ്ടങ്ങളെല്ലാം, എന്നിട്ട് അവിടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനു വേണ്ടി കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും, ഞാൻ നിനക്ക് സ്തുതി പാടും, എൻ്റെ അധരങ്ങൾ നീ വീണ്ടെടുത്ത് എൻ്റെ പ്രാണനെ ഘോഷിച്ചാൽ മതി. ദൈവസ്തുതി നമുക്ക് ബലമായിട്ട് മാറും. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു എന്ന് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലുണ്ട്. അതൊരു അത് പ്രാണനത് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ പുഷ്ടി വരുത്തുന്നതാണ് ഈ ദൈവസ്തുതി, ദൈവിക സന്തോഷം എന്നൊക്കെ പറയുന്നത്. എൻ്റെ നാവും ഇടപെടാൻ നീതിയെ കുറിച്ച് സംസാരിക്കും. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നു, ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു. ഉത്തരം കിട്ടി, കണ്ടോ, ഭ്രമിച്ചു പോയിരിക്കുന്നു. പെർഫെക്റ്റ് പാസ്റ്റ്, പെർഫെക്റ്റ് ആണ് കാണിക്കുന്നത്. ലജ്ജിച്ച് ഭ്രമിച്ചു പോയി. എന്നാൽ ഈ സങ്കീർത്തകൻ ലജ്ജിച്ചില്ല. ഈ റൂസോയുടെ റൂസോ നിരീശ്വരത്വത്തിൻ്റെ ശിഷ്യന്മാരെ ഒരു സംഘം നിരീശ്വരന്മാരും യുക്തിവാദികളൊക്കെ റോമിലെ സെൻറ്റ് കാലിക്ടസ് കാറ്റാക്കും എന്ന് പറഞ്ഞാൽ ഭൂഗർ സെമിറ്ററി എന്ന് പറയും. അത് ഭൂമിക്കടിയിലാണ് ആ കുടീരങ്ങൾ എന്ന് പറയുന്നത്. അതിങ്ങനെ ഓടുകളൊക്കെ ചേർന്ന് ഇങ്ങനെ ഭയങ്കര ഒരു ഇതാണ്, അത്ഭുതമായിട്ടാണ് അത് കണക്കാക്കുന്നത്. അതിലിറങ്ങി ഒരു പറ്റം പേര് അവർ ഇങ്ങനെ വളരെ ആർപ്പോടെ തിമിർത്തുകൊണ്ട്, അവർക്ക് നിത്യയെക്കുറിച്ചൊന്നുമില്ല, ദൈവബോധമൊന്നുമില്ല. അപ്പോൾ ഇവരിങ്ങനെ ആമോദിച്ച് മേളിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഒരു വ്യക്തി ഒരു പാതയിൽ കൂടെ തനിയെ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുടെ കയ്യിലും തിരിയൊക്കെ ഉണ്ട്, കൈകളിൽ വട്ടങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തിരി അങ്ങോട്ട് കെട്ടുപോയി. അദ്ദേഹം ഒരു പല വഴികൾ ചേർന്ന് നോക്കുമ്പോൾ പല വഴികൾ ചേർന്ന സ്ഥലത്താണ്. ഏതാ വഴിയെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അദ്ദേഹം അതിനകത്ത് കിടന്ന് അലയുകയാണ്. ഉച്ചയൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ ആരും കേൾക്കുന്നില്ല. എല്ലാവരും അവർ വേർതിരിഞ്ഞ് ഒരുമിച്ച് അപ്പം തന്നെ തിരിച്ചു പോയി. അദ്ദേഹം കൂടെ കാണുമെന്ന് വിചാരിച്ച് കാണാം. അദ്ദേഹം ഒരു ദിവസം വാവിട്ട് നിലവിളിക്കും. അവസാനം ദൈവസഹായത്തിന് അപേക്ഷിക്കുക, ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന്. ഒരു ദിവസം, അടുത്ത ദിവസം ഈ നഷ്ടപ്പെട്ട വ്യക്തിയെ തേടി വന്ന രക്ഷാസംഘം ഇദ്ദേഹത്തെ കണ്ടെത്തുകയാണ്. അദ്ദേഹം ആ ഇരുട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ, ആ കല്ലറകൾ ഇരുട്ടിട്ട് പുറത്തു വന്നപ്പോൾ നിരീശ്വരവാദം ഉപേക്ഷിച്ചു. ആ മനുഷ്യനൊരു പുതിയ ജന്മമെടുത്തു പോലെ രൂപാന്തരപ്പെട്ടു. അതാണ് ദൈവം ജീവിച്ചിരിക്കും. ബലമുള്ളപ്പോഴൊക്കെ പറയാം ദൈവം ഉണ്ടോ, ദൈവം എന്താണെന്നൊക്കെ. പക്ഷേ ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് അവിടെ അതുകൊണ്ട് ദൈവാശ്രയമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. ഇതെല്ലാം തനി ഉണ്ടായെന്ന് പറയുന്ന മണ്ടന്മാരെ പോലെ മണ്ടന്മാർ വേറെ എവിടെയുണ്ട്? നമ്മുടെ ഒരു 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 രോമത്തിന് പോലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവകാശമില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് നമ്മുടെ ബാല്യവും യൗവനവും കൗമാരവും എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. നഷ്ടപ്പെടുത്തിയവരുണ്ടോ, ദൈവത്തിലേക്ക് ദേഷ്യമേവിച്ചുകൊണ്ട് പൂർണ്ണപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങൾ നിൻ്റെ പ്രവൃത്തി, നിൻ്റെ വീര്യപ്രവൃത്തികൾ വർണ്ണിക്കത്തക്കവണ്ണം തുറന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ ധന്യമാക്കണേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സാക്ഷ്യങ്ങളാലും നിറച്ച ജീവിതം ഞങ്ങളുടെ ജീവിതങ്ങളായി മാറട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവാൻ ദൈവമേ, അതിനെ ഞങ്ങൾ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ നിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നു. നിൻ്റെ ഇഷ്ടം, ദൈവപിതാവിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ തക്കൊണ്ട് സാധിക്കണമേ. പിതാവിൻ്റെ ഇഷ്ടമെല്ലാം നിവർത്തിച്ച് ക്രൂശ് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു ഞങ്ങളെ വീണ്ടെടുത്ത പുത്രൻ്റെ ആ മഹത്വമേറിയ മാതൃക പുത്രൻ മുഖാന്തരം ഞങ്ങൾ നിവർത്തിക്കപ്പെടട്ടെ കർത്താവേ. സമ്പൂർണ്ണമായ ദൈവേഷ്ടത്തിന് സമർപ്പിക്കുന്നു. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ, മഹത്വമടന്ന് മാത്രം എടുക്കണമേ. പിതാവിൻ്റെ പുത്രനെയും പരിശുദ്ധാത്മനാമത്തിൽ തന്നെ ആമേൻ. கர்த்தருன்னை நித்தமும் நடத்தி மாவறட்சியில் திரட்சியை தருவார்.